യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം. ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, എന്നാൽ ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ദൈവത്തിന് സ്തോത്രം. ഇതിൽ വലിയൊരു സന്തോഷമുള്ള ഒരു വചനം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ലോകത്തിൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കുന്നവരായി ദൈവം മനുഷ്യരെ കണ്ടു. നമ്മളെല്ലാം വിധിക്കുന്നവരായിട്ടാണ് ദൈവം ആദ്യം കണ്ടെത്തിയത്. ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിൽ അയച്ചത് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിധിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ ഏത് മനുഷ്യനും രക്ഷിക്കപ്പെടണം, അതുകൊണ്ട് പ്രത്യേക ഉപദേശം പുത്രന് കൊടുത്തു. അതിന്റെ ഒരു വിശകലനമായ അർത്ഥത്തിൽ കൂടെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും പുത്രനോട് ദൈവം പറഞ്ഞു കാണും, മോനെ, നീ ലോകത്തിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ സൃഷ്ടിച്ചതായ മനുഷ്യർ പലതരത്തിലുള്ള സ്വഭാവക്കാരാണ്. അവർ തമ്മിൽ വിധിക്കുന്നു, തമ്മിൽ ഇഷ്ടപ്പെടാത്തവരാണ്. ചിലർ അനുസരണം കെട്ടവരാണ്, ചിലർ കോപികളാണ്, ചിലർ അവരുടെ പക്ഷം സംസാരിക്കുന്നവരാണ്, ചിലര് വെറുതെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നവരാണ്. നിന്നെ ഇഷ്ടപ്പെടാത്തവർ കാണും, നിന്നെ തള്ളിപ്പറയുന്നവർ കാണും, ഉപദ്രവിക്കുന്നവർ കാണും. നീതിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, നീതിയെ ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഇങ്ങനെ ലോകത്തിൽ പല രീതിയിലുള്ള വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ ഒരു സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ പല തരത്തിലുള്ള മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരോടെല്ലാവരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുക. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ അവർ പല രീതിയിൽ പല സ്വഭാവത്തിൽ അവർ ജനിച്ചു വളർന്നങ്ങ് പെരുകിയിരിക്കുക. അതുകൊണ്ട് നീ കടന്നു ചെല്ലുമ്പോൾ സ്വർഗത്തിന് ഇഷ്ടമില്ലാത്ത അനേകം കാര്യങ്ങൾ നിനക്ക് നീ കണ്ടേക്കാം, നിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നേക്കാം. പക്ഷെങ്കിൽ അവരെ നീ വിധിക്കരുത്, അവരെ പട്ടുപോകുവാൻ ഇടയാക്കരുത്. എന്നാൽ നിന്റെ വാക്കിൽ കൂടെ, നിന്റെ പ്രവൃത്തിയിൽ കൂടെ, നിന്റെ സ്വഭാവത്തിൽ കൂടെ, നിന്റെ പ്രസംഗത്തിൽ കൂടെ, നിന്റെ ഉപദേശത്തിൽ കൂടെ, നിന്റെ പ്രത്യക്ഷതയിൽ കൂടെ, നിന്റെ പ്രഭാവത്തിൽ കൂടെ, നിന്റെ തേജസ്സിന്റെ മഹത്വത്തിൽ കൂടെ, അധികാരത്തിന്റെ ശക്തിയിൽ കൂടെ അവരെല്ലാവരും രക്ഷിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ആരും നശിച്ചു പോകരുത്, അവരെല്ലാവരും രക്ഷിക്കപ്പെടണം. പുത്രനോട് അപ്പൻ പറഞ്ഞു കൊടുത്ത വാക്കാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ എന്ത് പറയും? നാം എന്ത് പറയും? നാം ഒരുവനെ അയച്ചാൽ നമ്മുടെ പുത്രിമാരെ നമ്മൾ ഒരിടത്ത് അധികാരം കൊടുത്ത് ഉപയോഗിച്ച് നാം അയക്കുന്നുവെങ്കിൽ, ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സന്തതികളിന്മേൽ അധികാരം നമ്മൾ പാസ് ചെയ്യുകയാണെന്ന് വെച്ചുകൊള്ളുക. നമ്മൾ എന്താണ് പറയുക? നിന്നെ അനുസരിക്കാത്തവരെ എല്ലാം തട്ടിക്കളയാൻ പറയില്ലേ? കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കാൻ പറയില്ലേ? നമുക്കൊരു വലിയ സ്ഥാപനമുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് ഉതകാത്തവരെ എല്ലാം പറഞ്ഞു വിടാൻ പറയില്ലേ? തീർച്ചയായിട്ടും പറയും. ദാറ്റ് ഇസ് ബിസിനസ്. ഇവിടെയോ ദൈവം സ്നേഹത്തെ ഊറ്റുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ രക്ഷ എന്ന് പറയുന്നത് ബിസിനസ് അല്ല, എന്നാൽ രക്ഷ എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് വേണ്ടി വെച്ചിരിക്കുന്നതായ സൗജന്യ മോക്ഷമാണ്. അത് രക്ഷയിലേക്ക് പൊന്തി വരുന്ന ഒരു നീരുറവാണ്. ശമര്യക്കാരി സ്ത്രീയോട് കർത്താവ് സംസാരിച്ചപ്പോൾ കർത്താവ് അവളോട് പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് രക്ഷയ്ക്കായി അല്ലെങ്കിൽ നിത്യജീവങ്കിലേക്ക് പൊന്തി വരുന്ന ഉറവ. അങ്ങനെ ഒരു ഉറവയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും പൊന്തി വരുന്ന ഉറവ? കിണറുകളിൽ ഉറവയുണ്ട്, ആറ്റിൽ ഉറവയുണ്ട്, കുളത്തിൽ ഉറവയുണ്ട്, സമുദ്രത്തിൽ ഉറവയുണ്ട്, ജലാശയങ്ങളിലെല്ലാം ഉറവകളുണ്ട്. പക്ഷെ ഈ ഉറവയൊന്നും പൊന്തി വരുന്ന ഉറവയല്ല. ആ ഭൂമിയുടെ അടിയിൽ ഉള്ളതായ ജലാംശത്തിന്റെ അല്ലെങ്കിൽ ജലത്തിന്റെ നിരപ്പനുസരിച്ച് ആ ജലത്തിന്റെ തോതുകളെ എപ്പോഴും പരിരക്ഷിക്കുന്ന ഒരു ഉയർച്ചയെ അതിനുണ്ടാകുകയുള്ളൂ. എന്നാൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന ഒരു വിശേഷമായ ഉറവ, അത് ശമര്യക്കാരി സ്ത്രീ തങ്ങളുടെ ജീവിതത്തിലും അവളുടെ ആയുസ്സിലും അവളുടെ ബുദ്ധിയിലും ജ്ഞാനത്തിലും ഒന്നും കേട്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടില്ല. ഇതെന്തൊരു ഉറവയാണ്? നിത്യജീവങ്കിലേക്ക് പൊന്തി 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 വരുന്ന
ഉറവ. അതെന്തിനാണ് ഈ പൊന്തി വരുന്നത്? ആ നിത്യജീവന്റെ ദർശനം സകല മനുഷ്യരും പ്രാപിക്കുവാൻ നമുക്ക് പ്രയാസമെന്നെ കോരാതെ തന്നെ ആ നിത്യജീവനെ ഊറ്റിക്കുടിക്കുവാനുള്ളതായ ഒരു പ്രാപ്തി, ഒരാകർഷണം, ഒരാഗ്രഹം അതിന്മേൽ നമുക്കുണ്ടാക്കേണ്ടതിന് വേണ്ടി ആ ഉറവകളെ പൊന്തിച്ചു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ആത്മാവ്. എത്ര മനോഹരമാണ്! ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത്, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായ അതേ വാക്യം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ശിഷ്യന്മാരോട് പറയാണ്, വിധിക്കരുത്. കാരണം നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കും? വിധിക്കരുത്. ആരെയും വിധിക്കരുത്. ദരിദ്രനെ വിധിക്കരുത്, പാപിയെ വിധിക്കരുത്, കൊലപാതകനെ വിധിക്കരുത്, ദോഷിയെ വിധിക്കരുത്. നീ വിധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ രക്ഷ കരസ്ഥമാക്കിയേക്കാം. പ്രൈസ് ദി ലോർഡ്. നീ വിധിച്ച് സംസാരിക്കുന്നതിനിടയിൽ ദൈവവും അവനുമായി ഒരു എഗ്രിമെന്റിൽ എത്തിയേക്കാം. ഒരിക്കൽ ഒരു വിശേഷപ്പെട്ട ഒരു വലിയ ഒരു അപ്പോസ്തലനെ പോലെ ജീവിച്ചിരുന്ന ഒരു വലിയ പ്രസിദ്ധനായ ഒരു മനുഷ്യനെ എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഉടനെ, കൈവച്ചാൽ ഉടനെ, ഒരു വാക്ക് കൽപ്പിച്ചാൽ ഉടനെ, ഒരു ടൗല് പ്രാർത്ഥിച്ച് കൊടുത്തയച്ചാൽ ഉടനെ അവർക്ക് വിടുതൽ കിട്ടുന്നതായ അത്ഭുത പ്രതിഭാസങ്ങളൊക്കെ പെന്തക്കോസ്തിന്റെ ആദ്യകാലങ്ങളിൽ നമ്മുടെ നാടുകളിലും മറ്റു പല ദേശങ്ങളിലുമൊക്കെ നടത്തി വന്നതായ ഒരു മനുഷ്യൻ ഒരു ദിവസം തന്നിൽ നിന്ന് കൃപ നഷ്ടപ്പെട്ടു പോയി. താൻ പരാജിതനായി. ലോകം അദ്ദേഹത്തെ മുറുകെ പിടിച്ചു. ലോകത്തിലേക്ക് താൻ ഇറങ്ങിപ്പോയി. താൻ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ മരണപ്പെട്ടു. അദ്ദേഹത്തെക്കുറിച്ച് വേറൊരു വിശുദ്ധനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, അല്ലയോ പിതാവേ, ഈ മനുഷ്യന്റെ അവസ്ഥ ഒടുവിൽ എന്തായിത്തീരും? ദൈവസന്നിധിയിൽ എങ്ങനെയാണ് ആ മനുഷ്യൻ കാണപ്പെടുക? ഈ വിശുദ്ധനായ പിതാവ് എന്നോട് പറഞ്ഞതായ വാക്യം എന്റെ ചെറുമനസ്സിൽ വളരെയധികം ഇപ്പോഴും അത് ചലനങ്ങൾ ഉണ്ടാക്കുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? നമ്മൾ വിധിക്കരുത്. കാരണം നമ്മൾ കണ്ടതും കേട്ടതുമൊക്കെ ആയിരിക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം അറിയാത്തതായ ഒരു മാനസാന്തരം അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിൽ ദൈവവുമായി അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരിക്കാം. ദൈവം അദ്ദേഹത്തിന്റെ കുറവുകളെ ക്ഷമിച്ച് തന്നോട് ഏത് രീതിയിലാണ് ഇടപെട്ടതെന്ന് ആർക്കറിയാം? പ്രൈസ് ദി ലോർഡ്. ഒരു വിശുദ്ധന്റെ കാഴ്ചപ്പാട്, ഒരു നീതിമാന്റെ കാഴ്ചപ്പാട് നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമാണ്. നമ്മളിലും ആ കാഴ്ചപ്പാട് വരും. നാം വിശുദ്ധി പ്രാപിക്കുന്നുവെങ്കിൽ, നീതിയെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, വിധിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നാഴി കൊണ്ടാണ് അളന്നതെങ്കിൽ നിങ്ങൾക്ക് തരുന്നതും നാഴി കൊണ്ട് അളന്നേ തരികയുള്ളൂ. ഇല്ല, നിങ്ങൾ ഇടങ്ങഴി കൊണ്ടാണ് നിങ്ങൾ അളക്കുന്നതെങ്കിൽ ആ ഇടങ്ങഴി തന്നെ നിങ്ങൾക്ക് വേണ്ടി അളക്കുന്ന അളവിനും ഉപയോഗിക്കപ്പെടും. പറ കൊണ്ടാണ് അളകുന്നതെങ്കിലോ, ഇല്ല, ആധുനിക കാലത്തെ കിലോഗ്രാമിലും മറ്റ് ഡിജിറ്റൽ സൗകര്യങ്ങളിലുമൊക്കെയാണ് അളന്നതെങ്കിൽ അതേ ഡിജിറ്റൽ കൊണ്ട് നിന്നെയും ന്യായം വിധിക്കും. അതേ ഡിജിറ്റൽ നിനക്കും നൽകപ്പെടും. അളവുകോൽ നീ അളവുകോൽ ഉപയോഗിച്ചുവോ അതേ അളവുകോൽ സ്വർഗം ഉപയോഗിക്കും. ദൈവത്തിന് സ്തോത്രം. നീതിമാന്മാർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, നിങ്ങൾ അളക്കുന്ന അളവിന് തന്നെ ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തിക്ക് അനുസരിച്ച് കിട്ടും. അതിനുശേഷം നീതിമാന്മാരെ കുറിച്ച് പറയുന്നത് അധികമായി കിട്ടും. കുറച്ച് ബോണസ് കൂടെ കിട്ടും, അമർത്തിക്കുലുക്കി കിട്ടും. അതെന്തിനാണ് അമർത്തിക്കുലുക്കി കിട്ടുന്നതെന്ന് അറിയാം? എന്തെങ്കിലും ഒരു വായുവിന്റെ അംശം അതിൽ കടന്നു നിനക്കുള്ളതായ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാതെ അത് തിക്കായിരിക്കണം, ഫുള്ളായിരിക്കണം. ഒരു രീതിയിലുള്ളതായ സ്വാധീനങ്ങൾ അവിടെ ചെലുത്തപ്പെടുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഒത്തിരി ബോണസ്, അങ്ങനെ നീതിമാന്മാർക്ക് വേണ്ടി നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത പല ബോണസുകളും ദൈവത്തിന്റെ കയ്യിലുണ്ട്. പ്രിയരെ,
നമുക്കത് വിധിക്കാൻ കഴിയില്ല. നമ്മുടെ നേത്രങ്ങൾ കൊണ്ട്, നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് അതിനെ കാണുവാൻ കഴിയില്ല. എന്നാൽ സർവശക്തൻ ഒരു മനുഷ്യനെ നോക്കുമ്പോൾ അവന്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവം അവൻ അളക്കുന്ന അളവുകളെയും അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചതായ മനോവേദനകളെയും ഓരോരോ സാഹചര്യങ്ങളുടെ മുമ്പിൽ അവനെടുത്തതായ അളവ് പോലെ ഏതൊക്കെയെന്ന് സ്വർഗത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അവനും അതേ അളവിനാൽ തന്നെയാണ് അളന്നു കിട്ടുന്നത്. നാമോ ഇതറിയാതെ വിധിക്കുക. അവൻ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു. ഈ ഭാഷക്കാരിങ്ങനെയാണ്, അവർ വസ്ത്രം ധരിക്കുന്നത് ഇങ്ങനെയാണ്, അവരുടെ ഉപദേശം ഇങ്ങനെയാണ്, അവർ പ്രസംഗിക്കുന്നത് ഇങ്ങനെയാണ്, അവർ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, അവരുടെ ഭക്ഷണം ഇങ്ങനെയാണ്, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെയാണ്. വിധിക്കുക. നാം വിധിയുടെ ആന്തരികമായ അവസ്ഥകളെ നാം അറിയാതെ, അജ്ഞാനികളായി അറിയാതെ വിധിക്കപ്പെട്ടു പോകുന്നു. എങ്ങനെയാണ് അത് ദൈവം കണക്കാക്കുന്നത് അറിയാമോ? പാപമാണത്, ചെയ്യരുത്. അന്നങ്ങനെ വിധിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന മകന് അങ്ങനെ ചെയ്യരുത്. കാരണം നിന്നെയും രക്ഷിച്ച ദൈവം അവരെയും രക്ഷിക്കുവാൻ സ്വർഗം താല്പര്യപ്പെടുകയാണ്. നിന്നെ അഭിഷേകം ചെയ്തവൻ അവരെയും അഭിഷേകം ചെയ്യുവാൻ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്, ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ മുഖപക്ഷമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതം വളരെ ലളിതമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ധരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് വിധിപ്പാനല്ല, അല്ലെങ്കിൽ കൊന്നുകളയുവാനല്ല, നശിപ്പിച്ചു കളയുവാനല്ല, അവരെയും കൂടെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ. രക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ രക്ഷിക്കുന്നത് കർത്താവ് മാത്രമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവനായിരുന്നു കർത്താവ്. അതിന് ഉദാഹരണം പറഞ്ഞാൽ നമുക്കതിന്റെ ആന്തരിക അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് തന്നെ കോരിധരിച്ചു പോകും. എന്താണെന്ന് അറിയാം? കർത്താവിനെ പടയാളികൾ വന്ന്, ശത്രുക്കൾ വന്ന്, പരീശന്മാരും പള്ളിപ്രമാണികളും ഒക്കെ വന്ന് റോമാ പടയാളികൾ കർത്താവിനെ തെരഞ്ഞു പിടിക്കുന്നുടനെ കർത്താവ് അവരോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ തിരയുന്നത് ആരെ? നസ്രായനായ യേശുവിനെയാണോ നിങ്ങൾ തിരയുന്നത്? അങ്ങനെയെങ്കിൽ അത് ഞാനാണ്, എന്നെ പിടിക്കുക. അതിനിഷ്ടം കർത്താവ് പറയുന്ന ഒരു വാക്ക്, അങ്ങനെയെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് ഒന്ന് പറഞ്ഞു, രണ്ട് പറഞ്ഞു, വാക്കുകളിൽ തെറ്റി ജ്ഞാനമില്ലാതെ തന്റെ ശിഷ്യന്മാർ എന്തെങ്കിലും ഒരു അബദ്ധം പറഞ്ഞാൽ കർത്താവിനോടുകൂടെ അവരെയും കൊണ്ട് ക്രൂശിച്ചാൽ സംഭവത്തിന്റെ ഇതിന്റെ ഗൗരവം എല്ലാം നഷ്ടപ്പെടും. അവരും കൂടെ ക്രൂശിക്കപ്പെടും, അല്ലെങ്കിൽ രക്ഷയുടെ അവകാശം അവരും ഏറ്റെടുക്കും, അവർ പങ്കിടും. എന്നാൽ രക്ഷിപ്പാനുള്ളതായ അവകാശം കർത്താവിന് മാത്രമായിരിക്കേണ്ടതിന് കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അത് ഞാനാണ്, ഇവർ പോയിക്കൊള്ളട്ടെ. ആ അങ്കണത്തിൽ നിന്ന് തന്നെ, ആ ന്യായാസനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. നമ്മളെ ഒരുവർ പിടിച്ചുകൊണ്ട് പോയാൽ നമ്മുടെ കൂടെയുള്ളവരോട് നമ്മൾ പറയുമോ പോകാൻ? ഇല്ല, നിൽക്കണേ, ഇതിന്റെ അന്തം എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. എന്നെ കൊല്ലാനാന്നോ രക്ഷിപ്പാനാന്നോ അറിഞ്ഞിട്ട് പോകാം, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഒരു പിൻബലമാകട്ടെ എന്ന് നമ്മൾ പറയും. പക്ഷെങ്കിൽ യേശു പറഞ്ഞത്, എന്നെ അയച്ചത് വിധിക്കുവാനല്ല, രക്ഷിക്കുവാനാണ്. ഞാൻ തന്നെ ഈ രക്ഷയുടെ പ്രവർത്തനം അന്ത്യം വരെയും അത് ഏറ്റെടുക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മിൽ പരിശുദ്ധാത്മാവിനെ നൽകിയവൻ, നമ്മെ വിളിച്ചവൻ, വിശ്വസ്തൻ, അതേ ആത്മാവ് കർത്താവിൽ പിതാവ് ഏത് ആത്മാവിനെ പകർന്നുവോ അതേ ആത്മാവ് കൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മെ നിറച്ചത്, നമ്മോട് അരുളി ചെയ്തത്. നിങ്ങൾ ലോകത്തെ വിധിക്കരുത്, നിങ്ങളുടെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നിങ്ങളുടെ ആശയം കൊണ്ട്, ഉപദേശം കൊണ്ട്, നിങ്ങളുടെ സകല ചിന്താകുലകൾ കൊണ്ടും സകലരും രക്ഷിക്കപ്പെടണം. പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടണം, മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, അനർത്ഥങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കണം. സകല ശാപത്തിൽ നിന്നും അവർ നിങ്ങളെപ്പോലെ രക്ഷ പ്രാപിക്കുന്നവരായി തീരണം. ഈ പ്രഭാതം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്നത് രക്ഷയുടെ സന്ദേശം മറ്റുള്ളവരിൽ ജീവൻ സൃഷ്ടിക്കുവാനാണ്, മരണം സൃഷ്ടിക്കുവാനല്ല. ആ ജീവൻ പകരുവാൻ, നമ്മുടെ ഭവനത്തിൽ തന്നെ ഒരു ജീവന്റെ ഒരു വലിയ വളർച്ച ഉണ്ടാകുവാൻ, നിത്യജീവികളിലേക്ക് പൊന്തി വരുന്ന ഉറവകൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് പൊങ്ങി വന്ന് അനേകർ കുടിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വർഗത്തിന് എത്ര സന്തോഷമായിരിക്കും. ഇവിടെയല്ലോ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകുന്നത്, അവിടെയല്ലോ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നത്. God bless you.